അടുത്തതായി സവാൽ ആൻഡ് ജവാബ് സ്വീകർത്താവ് NK മുഹമ്മദ് അലി, പരീസൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിയുടെ MD ആണ് അദ്ദേഹം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യോഗാധ്യക്ഷൻ എൻ്റെ അനുജനുമായ NK ഖാലിദ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗുരുനാഥൻ KV അബ്ദുൽ ലത്തീഫ് മൗലവി സാഹിബ്, TP അബ്ദുൽ കോയ മദനി സാഹിബ്, അനീഫ് കായക്കുടി, ഷുക്കൂർ സലായി, ഹാറൂൺ ഇഫ്തിക്കർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം ഞാൻ നിങ്ങളോട് രേഖപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാം ഗുരുനാഥനും SLRC ഡയറക്ടറുമായ ജനാബ് KV അബ്ദുൽ ലത്തീഫ് മൗലവി സാഹിബ് രചന നിർവഹിച്ച സവാൽ ആൻഡ് ജവാബ് KJU സെക്രട്ടറി അനീഫ് കായക്കൊടിയിൽ നിന്ന് സ്വീകരിച്ചതിലുള്ള സന്തോഷവും കൃതജ്ഞതയും നിങ്ങളുമായി പങ്കിടുകയാണ്. കഴിഞ്ഞ കൊല്ലം നഹുലുൽ വാഹിദ് ഞാൻ TP അബ്ദുൽ കോയ മദനിയിൽ നിന്ന് സ്വീകരിച്ചിരുന്നു. ഞാൻ ഒരു സ്ഥിരം സ്വീകാര്യ കർത്താവായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 37 വർഷമായി ഖുർആൻ പഠനത്തിലെ ഏറ്റവും വലിയ ജനകീയ പഠന കേന്ദ്രമാണ് SLRC. ഒരു വിഭാഗീയവുമില്ലാതെ ഇത്രകാലം ഖുർആൻ ഹദീസ് പഠനം ഒരേ രീതിയിൽ പ്രസരിപ്പോടെ നിലനിർത്തി പോകുന്നത് കേസ് സ്റ്റഡിയായി പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ ET മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഏതൊരു പഠന പ്രക്രിയക്കും 3 പ്രധാന ഘടകങ്ങളുണ്ട്. 1 എൻറോൾമെൻറ്റ്, 2 റീടെൻഷൻ, 3 ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ്. ഈ 3 ഘടകങ്ങളിലും അതിൻ്റെ ആത്മാവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പഠന പ്രക്രിയ വികസിപ്പിച്ചെടുത്തതാണ് ഒരത്ഭുതമുള്ള കാര്യമാണ്. കഴിഞ്ഞ നോമ്പിന് ഞാൻ എൻ്റെ ബന്ധുക്കളായ പഴയ സീനിയർ പഠിതാക്കളായ പ്രൊഫസർ P അബ്ദുള്ള സാഹിബിനെയും ഇവിടുത്തെ അഡ്ഹോക് കമ്മിറ്റി മെമ്പറായ പ്രൊഫസർ അബ്ദു സാഹിബിനെയും അതോടൊപ്പം അദ്ദേഹത്തിന് രോഗാതുരമായി ഇവരെല്ലാം കിടക്കുമ്പോൾ ഞാൻ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് പ്രൊഫസർ അബ്ദുള്ള സാഹിബ് ചോദിച്ചത് SLRCയിൽ പഠിക്കുന്നുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുന്നില്ല, എൻ്റെ അനുജൻ ബാക്കി എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 31 കൊല്ലം മുമ്പ് 1996 കൊല്ലം സലഫി മസ്ജിദിൽ അന്ന് ഖുർആൻ ഗവേഷണ പഠനം ചെയ്യുന്ന അബ്ദുള്ള സാഹിബ്, പ്രൊഫസർ അബ്ദു സാഹിബ്, എൻ്റെ മൂത്താപ്പ AV കുഞ്ഞമ്മദ് സാഹിബ്, ഇവരെയെല്ലാം പഠിപ്പിച്ച ഗുരുനാഥൻ അതേ രീതിയിൽ തന്നെയാണ് KV അബ്ദുൽ ലത്തീഫ് മൗലവി ഇന്നും പ്രസരിപ്പോടെ ഇത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് എന്നത് വലിയൊരു കാര്യമാണ്. ഇവരെല്ലാം 2 മാസം മുമ്പ് ഇവരെല്ലാം KV അബ്ദുൽ ലത്തീഫ് മൗലവി സന്ദർശിച്ച് അവരെ ഇപ്പോൾ അവരെല്ലാം രോഗാതുരരായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഇതിനെ വികസിച്ചെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാണ് KV അബ്ദുൽ ലത്തീഫ് മൗലവി. അദ്ദേഹം കഴിവുറ്റ അധ്യാപകനാണ്. നിരന്തരമായ പഠനത്തിലൂടെയും ചിന്തയിലൂടെയും അദ്ദേഹം ഖുർആൻ പഠനവും വെള്ളിയാഴ്ച കുത്തുബകളും സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനിയും രചനാലോകത്ത് ഖുർആൻ സേവനങ്ങൾ അർപ്പിക്കാൻ അള്ളാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. SLRC അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിസ്സഹായകരായ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. 37 വർഷമുള്ള കമാൽ സാഹിബും 30 വർഷം ഇവിടെയുള്ള എൻ്റെ ഉമ്മയും ഈ സദസ്സിൽ ഉണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.